നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. മതവിദ്വേഷം ഗുരുതര കുറ്റകൃത്യമായി തന്നെ പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. BJP നേതാവ് PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റെ വാക്കാൽ പരാമർശം. വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിക്കുന്നവർക്കെതിരെ നിർബന്ധിത ജയിൽ ശിക്ഷ ഉറപ്പാക്കണം. ഇത്തരക്കാർക്കുള്ള പരമാവധി ശിക്ഷ 3 വർഷം എന്നത് മതിയാവില്ല. ശിക്ഷ ഉയർത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണം. ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവർ പിഴ അടച്ച് രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയക്കാർ ഇത്തരം പ്രകോപനകരമായ പ്രസ്താവനകൾ നടത്തുന്ന പ്രവണതയെ കോടതി വിമർശിച്ചു. PC ജോർജ് പരിചയസമ്പന്നനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ കഴിയുന്നത്? ഇതൊരു മതേതര രാജ്യമാണ്. എന്തുകൊണ്ടാണ് ഇവർ ജാതി അടിസ്ഥാനമാക്കിയുള്ള പരാമർശങ്ങൾ ഉപയോഗിക്കുന്നതെന്നും ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു. PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വിധി പറയാനായി മാറ്റി. ജനുവരിയിൽ നടന്ന ചാനൽ ചർച്ചയിലായിരുന്നു PC ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. തുടർന്ന് PC ജോർജിനെതിരെ മതസ്പർദ്ധത വളർത്തൽ, കലാപഹേനം തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഊരാട്ടുപേട്ട പോലീസ് കേസെടുക്കുകയായിരുന്നു. തന്റെ പരാമർശം ഒരു അബദ്ധമായിരുന്നുവെന്ന് ഉടൻ തന്നെ മാപ്പ് പറഞ്ഞെന്നും PC ജോർജ് പ്രതികരിച്ചു.